ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കേരളീയ കലകളുടെ ഈറ്റില്ലമായ കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പെൺകരുത്തിന്റെ മദ്ദളനാദം മുഴക്കി കുമാരി മഹാലക്ഷ്മി വിസ്മയമായി മാറിയിരിക്കുന്നു. കേരളീയ കലകളുടെ ഈറ്റില്ലമായ കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് കുമാരി മഹാലക്ഷ്മിയും സംഘവും. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി മദ്ദളക്കേളി അവതരിപ്പിച്ചു എന്ന അപൂർവ നേട്ടമാണിപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. പ്രശസ്ത മദ്ദള കലാകാരൻ സദനം ഭരതരാജന്റെ മകളായ മഹാലക്ഷ്മി അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണ ചടങ്ങിലാണ് ഈ വിസ്മയ പ്രകടനം കാഴ്ചവെച്ചത്. മദ്ദളത്തിന്റെ അമിതഭാരം കാരണം പെൺകുട്ടികൾ പൊതുവെ വിട്ടുനിൽക്കുന്ന ഈ രംഗത്തേക്ക് അച്ഛന്റെ ശിക്ഷണത്തിലൂടെയാണ് മഹാലക്ഷ്മി ചുവടുവെച്ചത്. ഞാൻ 2 വർഷമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് പഠിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് പഠിക്കണത്. പിന്നെ കലാമണ്ഡലത്തിൽ കൊട്ടൊരവസരം കിട്ടി. സന്തോഷം. അച്ഛന്റെ അമ്മയുടെ പേരെന്തൊക്കെയാണ്? അച്ഛന്റെ പേര് സദനം ഭരതരാജൻ, അമ്മ ശ്രീകല. എത്ര കാലമായി ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഒരു 2 വർഷം ആവണുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തേനും ഇങ്ങനെ അംഗീകാരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയില്ലേ? എത്രയല്ലേ പഠിക്കുന്നത്? പെരിങ്ങോട് സ്കൂളിൽ. ചെർപ്പുളശ്ശേരി ശിവൻ, കുനിശ്ശേരി ചന്ദ്രൻ തുടങ്ങിയ പഞ്ചവാദി കുലപതികളുടെ സാന്നിധ്യത്തിൽ അരങ്ങേറിയ ഈ പ്രകടനം 100 കണക്കിന് കലാസ്നേഹികളാണ് കാണാനെത്തിയത്. പെരിങ്ങോട് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ മഹാലക്ഷ്മി അടുത്തിടെ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ പഞ്ചവാദ്യത്തിൽ A ഗ്രേഡും കരസ്ഥമാക്കിയിരുന്നു. കലോത്സവ വിജയത്തെക്കാൾ വലിയ അംഗീകാരമായി കലാമണ്ഡലത്തിലെ ഈ അവതരണത്തെ കാണുന്നുവെന്ന് മഹാലക്ഷ്മിയും കുടുംബവും സന്തോഷത്തോടെ പങ്കുവച്ചു. ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ കലാമണ്ഡലത്തിൽ? മാത്രമല്ല അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് കൊട്ടുമ്പോൾ അത് തെറ്റിച്ച് കൊട്ടണം പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നന്നായി കാര്യം. പിന്നെ ഒപ്പം താളം പിടിച്ചവരും നല്ല സഹകരിച്ച് താളം പിടിച്ചു. അതിലേറെ പ്രധാനം ആണ്. വെറുതെ പറയില്ല, കാരണം അത് അങ്ങനെയാണ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നന്നായി അവർ ആശാന്മാരുടെ മുമ്പിൽ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. വളരെ സന്തോഷത്തിലാണ്. ഇപ്പൊ മോളെ A ഗ്രേഡ് കൂടി സംസ്ഥാന കലോത്സവത്തിൽ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോഴും അത് അതിനേക്കാളും ഇതാണല്ലേ. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് തിരക്കാവും. ഇപ്പൊ അവിടുത്തെ അവസരം കഴിഞ്ഞ് ഇവിടെ കലാമണ്ഡലത്തിലെത്തി ഇനിയും നിരവധി അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങളും പറയുന്നു. വടക്കാഞ്ചേരിയുടെ അഭിമാനമായി മാറിയ ഈ മിടുക്കിക്ക് കലാലോകത്തു നിന്നും വലിയ പ്രശംസയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.